ഇതാണ് ശിവ ബേബി. കഴുകാണ്ട് അരിയുന്ന ദേവ്. സവാള കഴുകാണ്ടാണ് അരിയുന്നേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ പരിപാടിയിലെ ചില പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ സുപ്പുവും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഓക്കെടി. അപ്പോൾ സുപ്പു ഉണ്ട് നമ്മുടെ ഒപ്പം കുക്കൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ കുഞ്ഞി കാറ്റും ഉണ്ട്. അപ്പോൾ ശിവ ഇവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കുവാണ് ഗൈസ്. ഞാനും പോയി ഒരുക്കട്ടെ, എനിക്ക് വീഡിയോ എടുക്കേണ്ടത്. അഞ്ചിമ അവൾ പോവാണ് ഗൈസ്, വീട്ടിൽ പോയിട്ട് വരും. മുഖമൊക്കെ പൊത്തിയാണ് പോണത്, മേക്കപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്താണ് സാധനം എടുക്കാൻ സമ്മതിക്കാത്ത. അപ്പൊ ഓക്കെ ടാറ്റാ. പാശാമ്മ ഇവിടെ ഇരുന്ന് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. യോ, ഇത് വന്ന് എന്തിനാണ് ഇവിടെ നിക്കണേന്ന് എനിക്കറിയില്ല ഗൈസ്. ദേവ് ഇവിടെ പണി ചെയ്യുകയാണ് ഗൈസ്, വീഡിയോക്ക് വേണ്ടി മാത്രം. പ്രോയാണ് ദേവ്. ഇതാണ് ശിവ ബേബി. കഴുകാണ്ട് അരിയുന്ന ദേവ്. സവാള കഴുകാണ്ടാണ് അരിയുന്നേ. ദേവ് ഒരു നട്ട് വെള്ളം കൊണ്ടുവരി, അപ്പം ഇടാലോ. ഇടാം. അപ്പൊ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അത് കുറച്ച് കഴുകാവുന്നേ. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുക. ദേവ് ഒരു പൊട്ടത്തിയാണ് ഗൈസ്. ആ സംഭവം പറഞ്ഞ വീട്ടില് പണിയെടുക്കാറില്ലാന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. പണി അറിയില്ലാത്തത് കാരണം ദേവും ശിവയും കൂടി പണി എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇഞ്ചി എടുക്കാൻ കഴിയും. അമ്മ ഹായ് പറയൂ. ഹായ് പറയൂ. ഇഞ്ചി ജിഞ്ചർ എന്ന് പറയും. ജിഞ്ചറിന്റെ എന്താണ് ബയോളജിക്കൽ സോഴ്സ് എന്താണ്? ജിഞ്ചർ ഈസ് ദ റൈഡ് റൈസോംസ് ഓഫ് ചെയ്യില്ല. ശിവത ഇവിടെ കരഞ്ഞ് നമ്മുടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. കണ്ണ് കാണിച്ചേ. ഇവിടെ അലീഷ സ്റ്റോറി ഇടാനുള്ള. ഓ, ഞാനാണ് ഗൈസ് ഇത്. അതുകൊണ്ടാണ് ഗൈസ് അവിടെ കാണിച്ചത്. അതെ എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഇനി അടുത്ത പണിയാണ് ക്യാപ്സിക്കം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പൊ ക്യാപ്സിക്കം കുറെ വെജിറ്റബിൾസിന്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇതെന്തിനാണ് ഇവിടെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഇവിടെ പതിമുഖമൊക്കെ ഇട്ട്. ഇത് പതിമുഖല്ലേ ആശാമേ? ഈ റെഡ് കളർ പതിമുഖമല്ലേ? പതിമുഖമൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ തരക്കുള്ള ചിക്കനാണ്. ഇത് മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫ്രൈഡ് റൈസ്. അപ്പം നമ്മൾ ഫ്രൈഡ് റൈസിലുള്ള ഈ റൈസ് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്യുവാണ്. നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് തീരും. താമരവള്ളം തുഴയാം കരളിലുറങ്ങുമെന്തതിർ കാണാം
അപ്പൊ ഈ പാട്ടോടെ എല്ലാം തീർന്നു ഗായ്സ്.